ഇന്ന് നമ്മൾ പലരിലും വളരെയധികം കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻ. സാധാരണ എക്സിമ പലരിലും ഉണ്ടാവും. ഇത് ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഒരു ചോർച്ചലാണ്. മിക്കവാറും കാല്, തൊട, ഇടുക്കുകളിൽ, ബാക്ക് സൈഡിൽ, ബ്രസ്റ്റിൻ്റെ അടിഭാഗം, കയ്യിൽ, അണ്ടർ ആംസ്, ഇവിടെയെല്ലാം ഡിസ്കളറേഷനോട് കൂടി ചൊറിച്ചലുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻ. ഇത് കൂടുതലും നമ്മുടെ ടോയ്ലറ്റിൽ നിന്നാണ് പലരിലും ഇത് പകരുന്നതായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ അസുഖമുള്ളവർ ആ ടോയ്ലറ്റ് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നന്നായിട്ട് ഡെറ്റാൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഒഴിച്ച് നന്നായിട്ട് കഴുകി ഇരിക്കുന്നതിന് മുമ്പ് അത് തുടയ്ക്കുക. ഈർപ്പമില്ലാതെ വച്ചിട്ട് വേണം അതിലിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള പലർക്കും ഇത് പകരുവാൻ സാധ്യത ഉണ്ട്. ഇതിന് ഞങ്ങളിതിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്. വേറെ വലിയ മരുന്നുകളൊന്നും വേണ്ട. വെറും എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിൽ ഈ മാറാരോഗം ഓരോരുത്തരും 10ഉം 15ഉം ഡോക്ടേഴ്സിനെ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. വെറും സ്കിൻ ക്യൂർ എന്നുള്ള ഒരു ഓയിൽ 3-4 പ്രാവശ്യം പുരട്ടുക. എത്ര ചൊറിച്ചലുണ്ടെങ്കിലും ചൊറിയരുത്. ഉടനെ എടുത്ത് ഈ സ്കിൻ ക്യൂർ ഓയിൽ പുറത്ത് പുരട്ടുക. എത്ര കടുത്ത ഫംഗൽ ഇൻഫെക്ഷനും, തുടയിടുക്കിൽ വരുന്ന ആ ചൊറിച്ചലും, ബ്രഷിൻ്റെ അടിഭാഗം വരുന്ന ചൊറിച്ചൽ, കക്ഷത്തിൽ വരുന്ന ചൊറിച്ചൽ, ഇതെല്ലാം എളുപ്പത്തിൽ മാറും. ആ കളർ പോലും മാഞ്ഞു പോകണം. 1 മാസത്തിൽ തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 months കോഴ്സാണ്. അസുഖം മാറിയാലും 2-3 മാസത്തേക്ക് ആ എണ്ണ മാത്രം പുരട്ടിയാൽ മതി. ഒരു മരുന്നും കഴിക്കേണ്ട ഒരാവശ്യമില്ല. സ്കിൻ ക്യൂർ അത്രയ്ക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ് ഫംഗൽ ഇൻഫെക്ഷൻ. ഫംഗൽ ഇൻഫെക്ഷൻ മാത്രമല്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നാലും, എക്സിമ ആയിരുന്നാലും, വീപ്പിംഗ് എക്സിമ ആയിരുന്നാലും, അലർജി കാരണം ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചലായിരുന്നാലും എല്ലാത്തിനും വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഈ ഓയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത ഓയിൽ ഇട്ട് തിരുമരുത്, തേച്ച് പിടിപ്പിക്കരുത്, വെറുതെ പുരട്ടിയാൽ മതി. എത്ര കടുത്ത ചൊറിച്ചലും മാറിക്കൊള്ളും. അതുപോലെ എവിടെ ചൊറിച്ചലെന്നാലും, ഇപ്പോൾ എക്സിമ കാരണം പല സ്ഥലങ്ങളിൽ കാലിൽ, മുട്ടിൽ, കാല് ഇടുക്കിൽ, കാല് മുട്ടിൽ, ബാക്ക് സൈഡ്, കയ്യിൽ, പല ഭാഗങ്ങളിൽ ഇപ്പോൾ എക്സിമ പരന്നു. എക്സിമ, ഡ്രൈ എക്സിമ ഉണ്ട്, വീപ്പിംഗ് എക്സിമ ഉണ്ട്, പലതരം എക്സിമകളുണ്ട്. ഇവിടെ എല്ലാം വെറും എണ്ണ പുരട്ടിയാൽ മതി, തേച്ച് പിടിപ്പിക്കണ്ട. അത് ഞാൻ പറയുവാൻ നേരത്തെ വിട്ടുപോയി. അത് വളരെ ശ്രദ്ധിക്കുക. തേച്ച് പിടിച്ചാൽ ചിലർക്ക്, നമ്മുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും ഒരുപാടിട്ട് തേച്ച് തിരുമ്മി തേച്ച് പിടിപ്പിച്ചാൽ. അതുകൊണ്ട് തേച്ച് പിടിപ്പിക്കരുത്. ജസ്റ്റ് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യുക. ചൊറിച്ചിൽ വരുമ്പോഴൊക്കെ സ്കിന്നിൽ ഈ എണ്ണ പുരട്ടുക. അത്രയേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ പഥ്യങ്ങൾ ഫുഡിൽ കൺട്രോൾ ചെയ്യുക, പഥ്യം നോക്കുക. സ്കിൻ ക്യൂർ എന്ന ഓയിൽ എൻ്റെ ക്ലിനിക്കിൽ അവൈലബിളാണ്. ഞാൻ ഒരു ഫാർമസി നടത്തുന്നുണ്ട്, ഡോക്ടർ സ്റ്റാൻലി ജോൺസ് സിദ്ധ ഫാർമസി പ്രൈവറ്റ് ലിമിറ്റഡ്. അവിടെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യ മുഴുവനും ഈ ഓയിൽ ലഭ്യമാണ്. ആമസോണിൽ ഡോക്ടർ സ്റ്റാൻലീസ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളെ പ്രോഡക്റ്റ്സ് വരും. അതിൽ സ്കിൻ ക്യൂർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്.